കോൺഗ്രസിനെ സംബന്ധിച്ച് പുനഃസംഘടന പാർട്ടിയെ ചെറിയ തോതിലൊക്കെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണെങ്കിൽ പോലും കുറച്ചൊക്കെ ശക്തിപ്പെടുത്തുന്നത് കൂടിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ കോൺഗ്രസിന് ഒരു വലിയ ഉന്മേഷവും ഉണർവും ഒക്കെ നൽകിയിരുന്നത് ആ സമയത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനെയും ഒക്കെ മാറ്റി പുതിയ നേതാക്കന്മാരെ കൊണ്ടുവന്നതുകൊണ്ടാണ്. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ മാറ്റിയതുപോലെ ഇക്കുറി ചില പുനഃസംഘടന ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കന്മാരും ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു. കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, പകരം മറ്റൊരാളെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നിരുന്നു എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തപ്പോഴും അത്തരത്തിലൊരു ആവശ്യവും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്ന വാദമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുമ്പോട്ട് വെച്ചത്. അതിനോടൊപ്പം DCC തലത്തിൽ വലിയ അഴിച്ചുപണി നടത്തുമെന്നും നിലവിൽ 14 DCC അധ്യക്ഷന്മാരെയും മാറ്റി പുതിയ DCC അധ്യക്ഷന്മാരെ വയ്ക്കും, ചിലരെ മാത്രം അവിടെ നിലനിർത്തും. അതായത് മലപ്പുറം പോലെയുള്ള ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ നിർത്തിക്കൊണ്ട് ബാക്കി 10-ലേറെ DCC അധ്യക്ഷന്മാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ നേതാക്കന്മാരെ DCC അധ്യക്ഷന്മാരാക്കുവാനുള്ള തീരുമാനം കാര്യമായ രീതിയിൽ കോൺഗ്രസ് എടുത്തിരുന്നു. ഇപ്പോൾ അതെല്ലാം നിശ്ചലമായി പോയെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ നിലച്ചെന്ന സൂചന കാര്യമായ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുമെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവാദങ്ങളും പാർട്ടിയിൽ അനൈക്യ പ്രവണതകൾ സൃഷ്ടിച്ചപ്പോൾ നടന്ന AICC ഇടപെടലിലൂടെയാണ് പുനഃസംഘടനാ ചർച്ചകൾക്ക് വിരാമമായത് എന്നതും ശ്രദ്ധേയമാണ്. 2025 കോൺഗ്രസിൽ പുനഃസംഘടനാ വർഷമാണെന്ന പ്രവർത്തക സമിതി തീരുമാനിച്ചിരുന്നു. തുടർന്ന് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും DCC അംഗങ്ങൾ കൂടുതൽ അധികാരങ്ങൾ നൽകി പുനഃസംഘടിപ്പിക്കുവാനും ഉന്നത നേതൃതല യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ സംസ്ഥാനത്ത് നടപ്പിൽ വന്നിട്ടില്ല. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് അടുത്ത വർഷം പകുതിയോടെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന കേരളത്തിലാണ് പുനഃസംഘടനാ പ്രക്രിയ ഇതുവരെ നടക്കാതിരിക്കുന്നത്. ഇക്കഴിഞ്ഞിടെ സംസ്ഥാനത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ ചേർന്ന കേരള കേന്ദ്ര നേതാക്കളുടെ യോഗത്തിൽ ഉചിതമായ സമയത്ത് പുനഃസംഘടന നടക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. മാർച്ച് മാസം പിന്നിട്ടാൽ പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പാർട്ടി അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കും. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിൽ പുനഃസംഘടന അസംഭവ്യമാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC DCC പുനഃസംഘടന വേണമെന്ന് മുറവിളി ഉയർന്നെങ്കിലും അതിനുശേഷം മതിയെന്ന് പാർട്ടി നേതൃത്വം തീരുമാനത്തിലെത്തുകയായിരുന്നു. പിന്നീട് പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിലവിൽ മറ്റ് കാര്യങ്ങൾ തിരക്കുകൾ ഇല്ലാത്ത സമയം വെറുതെ കടന്നു പോവുകയാണ്. സംസ്ഥാനത്ത് CPM-ഉം BJP-യും പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കി അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് പുതുജീവൻ നൽകി കഴിഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റിയും വിവിധ ജില്ലാ നേതൃത്വങ്ങളും ചെറുപ്പക്കാർക്കും വനിതകൾക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകിയാണ് പാർട്ടി അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. 75 വയസ്സ് എന്ന പ്രായപരിധി മാനദണ്ഡത്തിൽ ഒട്ടേറെ പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ ഏരിയ ലോക്കൽ ഘടകങ്ങളിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ജില്ലകൾ വിഭജിച്ച പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന തരത്തിലായിരുന്നു BJP സംഘടനാ സംവിധാനം. വലിയ ജില്ലയിലെ 3ആയും അതിന് താഴെ വലിപ്പമുള്ള ജില്ലകളെ 2ആയും വിഭജിച്ച് ഒന്നിലധികം ജില്ലാ കമ്മിറ്റികളാണ് നിലവിൽ വന്നിട്ടുള്ളത്. പഞ്ചായത്ത് തലം വരെ ചെറുപ്പക്കാർക്ക് നേതൃത്വത്തിൽ കൃത്യമായ പ്രാതിനിധ്യം നൽകാനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇരുവരോടും മത്സരിക്കുന്ന UDF-ന് നേതൃത്വം നൽകേണ്ട കോൺഗ്രസിൽ പുനഃസംഘടനാ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.